പ്രസാദ് കാൽവരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പീരുമേട്ടിലെ ഏലകൃഷിയായിട്ടാണ് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഒത്തിരി നീട്ടില്ലാതെ വീഡിയോയിലേക്ക് തന്നെ പോകാം. സാറേ നമസ്കാരം. നമസ്കാരം സുരേഷ് ഭായി നമസ്കാരം. നമസ്കാരം പ്രസാദ്. നമ്മളിവിടെ ഉള്ളത് ഇന്ന് പീരുമേട്, ഇന്ന് വാനേഷ് സാറിന്റെ അടുത്താണ്. സാറേ ഒന്ന് പരിചയപ്പെടുത്തിയാലേ, നമ്മൾ പഴയ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ആൾക്കാർക്ക് പുതിയതായിട്ട് കാണുന്ന കർഷകർക്ക് ഒരു പരിചയപ്പെടുത്തുന്നത് നല്ലതാണ്. നമസ്കാരം, ഞാൻ വനേഷ് ബാബു. പീരുമേടിന് അടുത്ത കല്ലാറുന്ന സ്ഥലത്താണ് ഈ തോട്ടം ഉള്ളത്. പ്രസാദ് ഭായി മുൻപൊരിക്കൽ ഇവിടെ വന്നിരുന്നു, ചെടിയൊക്കെ കാണാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും. രണ്ടാമത് വീണ്ടും ഏതാണ് അവസ്ഥയെന്ന് അറിയാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ആ കൂടെ ഞാൻ സുനീഷിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. സുനീഷിന്റെ അഡ്വൈസിലാണ് ഈ ഏലത്തോട്ടം നല്ല രീതിയിലേക്ക് കൊണ്ടു നടക്കുന്നത്. ഇപ്പൊ മഴയായത് കാരണമാണ് ഞങ്ങള് വീട്ടിലിരുന്ന് ഒരു വീഡിയോ ചെയ്യുന്നത്. മഴ കഴിയുമ്പോൾ നമ്മൾ പുറത്തെടുത്തുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ സാറേ, നമ്മൾ അത് കഴിഞ്ഞിട്ട് വീഡിയോ കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ചെയ്തത്, ഏതൊക്കെയാലും അത്യാവശ്യം നല്ല രീതിയിലേക്ക് തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് അത് ചെയ്തതെന്ന് ഒന്ന് വിശദീകരിക്കാമോ? സുനീഷിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സാധാരണ നമ്മളിവിടെ ഒരു ഏലത്തിലെ ചവറ എടുക്കണമെങ്കിൽ പോലും നമ്മളത് ചോദിക്കാറുണ്ട്, എടുക്കേണ്ട ടൈമാണോ, എടുക്കാമോ എന്നുള്ള രീതിയിൽ. അപ്പം പ്രസാദമായി ഇവിടുന്ന് വന്നു പോയ ശേഷം കായെടുപ്പായിരുന്നു. പിന്നീട് ആ റൗണ്ട് സാമാന്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് വിളവ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം മുൻപ് കൊടുക്കുന്ന രീതിയിലുള്ള വളപ്രയോഗം പോരാ, അല്പം കട്ടി കൂടി തന്നെ വളം വേണമെന്നുള്ള രീതിയിൽ പറയുകയും അങ്ങനെ വലിയൊരു ലിസ്റ്റ്, വലിയതെന്ന് വെച്ചാൽ 4-5 ഐറ്റങ്ങൾ ഉൾപ്പെടുന്ന ലിസ്റ്റ് എന്നെ ഏൽപ്പിച്ചിരുന്നു. അപ്പൊ അത് കൃത്യമായി തന്നെ പറഞ്ഞ അളവിൽ ചെയ്യണമെന്ന് പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് തന്നെ അത് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പൊ അതാ വളപ്രയോഗം, അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതിനുശേഷം ഒരു ഫോളിയർ കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഫോളിയർ ആണെങ്കിലും നമ്മളൊരു ഫംഗിസൈഡ് കൊടുത്ത ശേഷം മതി, ഒരു 10-30 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അടുത്തൊരു ഫംഗിസൈഡ് കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഫോളിയറിലേക്ക് പോകുന്നത്. ഫോളിയർ നമ്മുടെ ഗുരുജിസിലുള്ള പുതിയ ഐറ്റം മെറ്റാബോൾസ് എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു കോമ്പിനേഷനാണ് കൊടുത്തത്. അപ്പൊ അതോടുകൂടി അകത്തുള്ള ചിമ്പുകളെല്ലാം, ചെറു ചിമ്പുകളെല്ലാം വളരെ പെട്ടെന്ന് വളർന്നു കയറി പൂവും ധാരാളമായിട്ടുണ്ടായി. നമ്മൾ അടിപൊളിയായിട്ട് കായെടുപ്പ് കഴിഞ്ഞ് എന്തൊക്കെയാണ് കൊടുത്തത്? ഇപ്പൊ നമ്മള് എത്രയാ 4 റൗണ്ട് കായലേക്ക് അടിപൊളിയായിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വന്നതിന് ശേഷം നമ്മൾ അടിപൊളിയായിട്ട് കൊടുത്തു എന്ന് പറയാം. അടിപൊളിയായിട്ട് 10-26 മൈക്രോഫുഡ്, പൊട്ടാഷ്, സ്റ്റെറാമിൽ, പിന്നെ മഗ്നീഷ്യം, സിങ്ക്, ബോറോൺ, സോയിൽ ആപ്ലിക്കേഷൻ ബോറോൺ. എല്ലാം കൂടെ കൂടി ഒരു ചെടിക്ക് എന്തോരം കൊടുക്കുന്നു? ഒരു ചെടിക്ക് ഒരു 700 ഗ്രാമുകളുടെ അടുത്ത് വരും. 700 മറ്റേ സ്റ്റെറാമിൽ ഉൾപ്പെടാതെ. സ്റ്റെറാമിൽ ആദ്യം കൂടുതൽ ഒരു 1/2 കിലോ കൂടുതൽ വീതം സ്റ്റെറാമിൽ പോയിട്ടുണ്ട്. 1.5 കിലോ ആവറേജ്. എല്ലാം കൂടെ 1.5 കിലോ. ഫോളിയറായിട്ട് ഫോളിയർ പറയുന്ന മെറ്റാബോളിസ്, അതുപോലെ തന്നെ നമ്മുടെ 52-34, 13-45, റെക്സോളിന്റെ CXK മൈക്രോഫുഡ്, സിങ്ക്, ബോറോൺ, എല്ലാ ഐറ്റം കൂടെ ചേർത്ത് അത്യാവശ്യം എന്താണെങ്കിലും നല്ല സൂപ്പറായിട്ട് ഈ റൗണ്ട് നമുക്ക് അത്യാവശ്യം കായായിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള ഒരു സ്ഥലത്തും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ്, നല്ലൊരു കാലാവസ്ഥയാണെന്ന് തോന്നുന്നത്. ഇവിടെ എല്ലാ ദിവസവും മഴയുണ്ടായിരുന്നു. മിക്കവാറും എല്ലാ ദിവസവും മഴയുണ്ടാവും. ശക്തമായ മഴയാണ് പെയ്യുന്ന ദിവസങ്ങളിൽ. നമ്മള് 4 റൗണ്ടല്ലേ കായെടുക്കാൻ പോകുന്നത്? അതെ. അപ്പൊ നമ്മൾ എത്ര ദിവസം കൂടുമ്പോഴാണ് ഈ കായെടുപ്പ് നടക്കുന്നത്? സാധാരണ ഒരു 38 മുതൽ 45 ദിവസത്തിനുള്ളിൽ കായെടുപ്പ് കടന്നു പോവുകയാണ് ചെയ്യുന്നത് ഓരോ തവണയും. ഇത് നന്നായിട്ട് മൂത്ത കായാണോ അതോ? അത് സാധാരണ ഒരു 4,700, 4,800 1 കിലോ കിട്ടുന്നുണ്ട്. നല്ല പഴുക്കും ആ സമയം. നന്നായിട്ട് പഴുക്കുന്നുണ്ട് അല്ലേ? കാരണം നമ്മുടെ ഏരിയയിലേക്ക് ഒന്ന് ഇച്ചിരി താമസമുണ്ട്. 50 ദിവസത്തെയൊക്കെ കാലാവസ്ഥയുടെ ആയിരിക്കാം ഈ ഏരിയയിൽ അത്രയും കൂടുതൽ നമുക്ക് നേരത്തെ പഴുക്കുന്നത്. സുരേഷ് ഭായ്, ഞാനൊരു വീഡിയോ അന്ന് ചെയ്ത പിന്നെ അല്ലാണ്ട് സുരേഷ് ഭായിനെ നിലവിൽ തീരുമാനത്തിലെ ഏലമല്ല. ഇത് എന്നാന്ന് ചോദിച്ചാലേ, ഇപ്പൊ നമ്മളും ഈ പറഞ്ഞ ഫോണിൽ കൂടെയുള്ള എന്നാ പറയുന്നത്, സാറ് വിളിക്കും, അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഫോട്ടോസ് വീഡിയോസ് എല്ലാം സാർ ഇട്ട് തരും. അങ്ങനെ ആയിരുന്നു. കാരണം നമുക്ക് ഇത്രയും ദൂരം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് വന്നു പോയി നടക്കുമല്ലോ. അപ്പം എന്താണെങ്കിലും ഒന്ന് വരണം എന്നും പറഞ്ഞ സാറിന്റെ ഒരു നിർബന്ധപ്രകാരം ഞാൻ ഇന്ന് പോന്നതാണ്. അപ്പോ ഇന്ന് വന്നാണ് സത്യത്തിൽ തോട്ടം എല്ലാം കാണുന്നത്.
കാണുന്നതെന്ന് പറഞ്ഞാൽ എന്നാ പറയുന്നത് നല്ല ഒരു മേട് സ്ഥലം തന്നെയാണ്. നല്ല മേട് സ്ഥലം, അതായത് മിറ്റിലാണ്. വെള്ള ഈ എന്നാ നാട്ടൻ പ്രദേശത്ത് കാണുന്ന മട്ടി പൊടിഞ്ഞ പോലെ തന്നെയുള്ള കല്ലാണ്. അപ്പം എന്നാന്ന് ചോദിച്ചാൽ ജൈവവളം ഓർഗാനിക്കാറുണ്ടൊക്കെ നല്ലപോലെ മണ്ണി കുറവ് ഉണ്ട്. അപ്പൊ ആ ഫോട്ടോസും ഇതും കണ്ടതിന് പ്രകാരം വെച്ചാണ് ഞാൻ എന്നാ പറയുന്നത് ജൈവവളം സാധാരണ രീതിയിൽ കൊടുക്കുന്നതിനും കുറച്ചുകൂടി ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കണം എന്ന് പറഞ്ഞ്. കാരണം ഫുഡ് അതുപോലെ കൊടുക്കണം. കാരണം അതിന്റെ ഈൽഡ് അതുപോലെ എടുത്തോണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഫുഡ് അതുപോലെ അങ്ങോട്ട് കൊടുക്കണം. ഒന്ന് ചിമ്പ് കൂടുതൽ വരുന്നതിനനുസരിച്ചായിരിക്കും വരുന്ന വർഷത്തെ ഒരു വിളവ്. അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോട്ടം ഉറപ്പായിട്ടും വരുന്ന വർഷത്തിലെ വിളവ് ആളുകൾ ശ്രദ്ധിക്കും ഉറപ്പായിട്ടും. അപ്പൊ അത് ഞാൻ അഡ്വാൻസ് തന്നെ പറഞ്ഞു. കാരണം ഇത് ഒരു വിമർശന വിധേയം ആയിട്ട് തന്നെ ആളുകൾ പറയുന്നുണ്ട്. വിമർശനം വേണം, അത് നല്ല രീതിയിൽ മണ്ണിൽ കയറ്റിയിട്ട് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം ആ മണ്ണ് ആ രീതിയിലുള്ള ആണ്. അപ്പൊ ഇന്നിപ്പോ നേരിട്ട് വന്ന് കണ്ടപ്പോഴാണ് എനിക്കത് കൃത്യമായിട്ട് ബോധ്യപ്പെടുകയും ചെയ്തു. കാരണം നല്ല വളം തീരെ കുറവുള്ള മണ്ണാണ്. അപ്പൊ അത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥലത്തിന്റെ ഹൈറ്റ് മുകളിലേക്ക് കയറും തോറും ശരത്തിന്റെ നീളം കുറവും ചെടിയുടെ ചിമ്പിനുള്ള കരുത്ത് കുറവും എല്ലാം ഉണ്ട്. അപ്പൊ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു തോട്ടം ഉറപ്പായിട്ടും വരുന്ന സീസണിലും ആൾക്കാർ ശ്രദ്ധിക്കപ്പെടും. കാരണം ഇത് ഈ സീസണിൽ ഇങ്ങനെയൊക്കെയാണ്, ശരി, അതൊക്കെ സംഭവിച്ചു. ഇത് ഒരു സീസണിൽ മാത്രം എടുക്കാനാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരു സംഭവവും ഒരു കമന്റുകളും എല്ലാം ഇപ്പൊ നിലവിൽ തന്നെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ തോട്ടം വരുന്ന സീസണിൽ ഇതേ രീതിയിൽ തന്നെ കായെടുക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്യണമെന്ന് ഞാൻ അഡ്വാൻസ് ആയിട്ട് സാറിനോട് പറയും. സാർ അതിന് പൂർണ്ണ പിന്തുണ, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, സാർ അത് എന്ത് ചെയ്യാനും തയ്യാറാണ്. നമ്മൾ പറയുന്ന എല്ലാ കേസുകളും, നിലവിലുള്ള എല്ലാ കേസുകളും ഇപ്പൊ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു മറ്റേ കായുടെ വെയിറ്റുമായി ബന്ധപ്പെട്ട്. സാറൊരു 38 ദിവസം 40 ദിവസമൊക്കെ കൂടുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് കായെടുത്ത് പോകുന്നത്. ഇപ്പൊ കായെടുത്ത് പോകുന്നു പറയുമ്പോൾ അതിന്റെ ഒരു കാരണം നമുക്കിപ്പോ എന്നാ പറയാം, നമുക്ക് മനസ്സിലാവും. ഒരു കൃത്യ ആ പഴവും കരിങ്കായും എടുത്ത് പോകുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ 38 ദിവസം 40 ദിവസം ആകുമ്പോൾ കൃത്യമായിട്ട് കാ വീണ്ടും അടുത്ത് പഴുത്തു വരുന്നു. അപ്പൊ അങ്ങനെ വരുന്നപ്പോ ഞാൻ അന്ന് ആ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം തന്നെ സാറിനോടും പറഞ്ഞായിരുന്നു. മറ്റേ കായുടെ വെയിറ്റ് കയറി വരുന്ന കേസ്. ഇപ്പൊ സാറിന് ഇപ്പൊ ഈ കഴിഞ്ഞ റൗണ്ടൊക്കെ ഒരു 4 കിലോ പച്ചക്ക വന്നപ്പോ തന്നെ ഞാൻ ആ പറഞ്ഞ ഏതാണ്ട് അത് സാറ് പറയുന്നത്. കാരണം വെയിറ്റ് 4,600 4,700 ഈ കഴിഞ്ഞ 3ാമത്തെ റൗണ്ടിന് കയറി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ചരക്കിന്റെ വ്യത്യാസം ഞാനത് ആ പറഞ്ഞ രീതിയിൽ തന്നെ സാറിനത് അത് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് ബോൾട്ട് തിരിച്ചു നോക്കിയായിരുന്നു. നമ്മള് സ്റ്റോറിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ തിരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞത് പിന്നെ 8 mm കായാണ് 70%. അപ്പൊ അത് വലിയൊരു അംഗീകാരമായിട്ട് തന്നെ നമ്മളോട് പറഞ്ഞത്. അങ്ങനെ സാധാരണ കിട്ടാറില്ല. പിന്നെ ഒരുപാട് ഇപ്പൊ ബോൾട്ടിലേക്ക് നോക്കണ്ട, ആവറേജ് നല്ല രീതിയിൽ തന്നെ കാ കയറി വരട്ടെ എന്നുള്ള രീതിയിൽ നോക്കിയ ആൾക്കാർ പറയുകയും ചെയ്യും. കാരണം വെച്ചാൽ വില ഇത്രയുണ്ടല്ലോ, ബോൾട്ട് കൂട്ടാതെ കൂടുതൽ ഉണ്ടാക്കി നമുക്ക് അതിൻ്റെതായ മെച്ചം കൂടുതൽ കിട്ടും. സാറ് നമ്മള് പുതിയതായിട്ട് ഇപ്പം നിലവിൽ ഈ കായെടുപ്പ് കഴിയുമ്പോൾ അടുത്ത പരിപാടി എന്താണ്? നമ്മള് ഇനി അടുത്തത് നമ്മള് മണ്ണുമണിയിൽ തുടങ്ങണം എന്നുള്ള രീതിയാണ്. പക്ഷെ അതിന് മുന്നേ തന്നെ ചിമ്പ് അടി കുറച്ചുകൂടെ ദ്രുതഗതിയിലാക്കണം. അപ്പൊ ഈ ഒരു ടൈമിൽ അത് ചെയ്തെങ്കിൽ മാത്രമേ നന്നായി പോകുള്ളൂ എന്ന് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് പലപ്പോഴും നമുക്കത് അറിയാൻ കഴിഞ്ഞു. അപ്പം ചില തട്ടകളൊക്കെ തന്നെ മണ്ട വെട്ടേണ്ടതുണ്ടെങ്കിൽ അത് വെട്ടിക്കൊണ്ട് മണ്ണുമണിയിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കൊടുത്തു തുടങ്ങിയിരുന്നു. മഴ കൂടിയതുകൊണ്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. നമ്മള് മെനറ്റോടെ പവർ പ്ലസ് പവറും കുറെ ഏരിയയില്, കുറച്ച് ഏരിയയില് വേലവും കൊടുക്കുന്നുണ്ട്. രണ്ടും മാറി ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. റിസൾട്ട് കിട്ടുന്ന എന്നുള്ള രീതിയിൽ ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മുടെ സുരേഷ് ഭായി, ഇതിനകത്തേക്ക് മരുന്നൊക്കെ എന്തൊക്കെയാണ് നിർദ്ദേശിക്കുന്നത്? ഏതൊക്കെയാണ് ചൊറിയൊന്നുമില്ല, നല്ല അടിപൊളി കായാണ്. മരുന്നുകള് നമ്മൾ എന്നാ പറയുന്നത്, നമ്മളിപ്പോ ഒരു വർഷമായിട്ട് മരുന്നുകള് ഞാനാണ് ഇപ്പൊ ശുപാർശ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൂടുതലും തന്നെ നോവഡ് ഐറ്റംസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ടീ ഗോൾഡ്, അതുപോലെ സൂപ്പർ മിത്ര, ഹൈനസ്, അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ റൗണ്ട് ഇരിക്കുന്നത് നമ്മുടെ അബാമെറ്റിൻ വരുന്ന ലെവൽ റൈസ് കമ്പനിയുടെ, അത് റൈസിന്റെ, അതുപോലെ മറ്റേ നാറ്റ്കോ കമ്പനിയുടെ കുറച്ച് നല്ല പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. ഇപ്പൊ ഗുർജീസിലുണ്ടത്. ഗുർജീസിലല്ല, അല്ലാതെ കടയിലും കിട്ടുന്നത്. നാറ്റ്കോയുടെ ഒക്കെ അത്യാവശ്യം പുറത്തൊക്കെ ഉണ്ട്. നാറ്റ് നെസ്റ്റ്, അതുപോലെ നമ്മുടെ നാറ്റ് വോള്, നമ്മുടെ ഈ ക്ലോൺദ്രാൻ പ്ലസ് തൈമത്താക്സും വരുന്ന നമ്മുടെ നാറ്റുഡോ, അത് നാറ്റ്കോ കമ്പനിയുടെ അകത്തൊക്കെ അവരുടെ കുറച്ച് നല്ല പ്രോഡക്റ്റുകളുണ്ട്. അതും അത്യാവശ്യം നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് സാറ്. ഇപ്പൊ നിലവിൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റിസൾട്ട്. ഇപ്പൊ സായിട്ടും കണ്ടല്ലോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി. ഇപ്പൊ ഈ അബാമെറ്റിൻ കോമ്പിനേഷൻ കൂടുതൽ ഇപ്പം വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈ വലകെട്ടിയൊക്കെ പയ്യെ ചെറുതായിട്ട് തുടങ്ങുന്നുണ്ട്. ഇവിടെ അത്രയും വിഷയമില്ല, കാരണം മഴ മിക്കാറുള്ളതുകൊണ്ട്. മഴ കുറവുള്ള, ചൂട് കൂടുതലുള്ളപ്പോൾ നമുക്ക് രാജക്കാരനൊക്കെ ആ സാധനം അത്യാവശ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഞാനൊക്കെ കഴിഞ്ഞ റൗണ്ടെന്ന് പറയുന്നത് ഇപ്പൊ നാറ്റ് നെസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അത് നാറ്റ് നെസ്റ്റ് അബാമെറ്റിനും നമ്മുടെ ക്ലോറൻത്രാൻ പോളും കൂടെ വരുന്നതാണ്. ഇപ്പൊ ഈ സാർ ഇപ്പൊ കൊടുത്തിരിക്കുന്ന അബാമെറ്റിൻ തന്നെ വരുന്നൊരു ബോംബെയാ കൊടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും എല്ലാം അടിച്ചാലും റിസൾട്ട് ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ റിസൾട്ട് ഇല്ല. അതിനെല്ലാം കടപ്പെട്ടിരിക്കുന്നത് ഇദ്ദേഹത്തോടും നമ്മുടെ ഹൈറേഞ്ച് ഏലം കർഷക കൂട്ടായ്മയോടുമാണ്.
സാറിപ്പം വേറെ ഗ്രൂപ്പിലൊന്നും ഇല്ല അല്ലെ? ഇല്ല, വേറെ ഒരു ഗ്രൂപ്പിലും ഇല്ല. ഇല്ല, ഇല്ല. വേറെ കർഷക ഗ്രൂപ്പ് അത് മാത്രമേ ഉള്ളൂ. എന്തിനാ കടല് കണ്ടിട്ട് നമ്മൾ തോട് കാണാനായിട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ശരിയാണ്. സാറേ, ഈ വർഷം ഒച്ചിന് ഇതിന്റെ അകത്ത് വല്ലതും ചെയ്തായിരുന്നോ? ഒച്ച അത്ര വലിയൊരു ഭീകരജീവിയൊന്നും അല്ല. ഇവിടെയും ഒച്ചിൻ്റെ ഉപദ്രവം ഉണ്ട്. പക്ഷെ ആദ്യഘട്ടത്തിൽ നമ്മൾ വലുതായിട്ട് ഭയപ്പെട്ടിരുന്നു. അപ്പോൾ പൂവും കായും എല്ലാം തന്നെ തിന്ന് തീർക്കുമെന്ന് കരുതിയിരുന്നു. ചെടികളിൽ രാത്രിയിൽ ചെറിയ രീതിയിൽ ഒച്ചിൻ്റെ ശല്യം നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ കാണുന്ന പോലെ വലിയൊരു ആക്രമണം വന്നിട്ടില്ല. എന്നാലും ചെറിയ രീതിയിൽ കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എത്രമാത്രം ഉണ്ടോ എന്നറിയാൻ വേണ്ടി 2-3 തവണ ഞാൻ കാബേജും സ്നേക്ക് കില്ലറും കൂടെ മിക്സ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കുറച്ച് ഒച്ചുകളൊക്കെ തന്നെ 3-4 ദിവസങ്ങൾ കൊണ്ട് ചാകുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇനി ഈ ഒച്ച് എത്രമാത്രം ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി പിന്നെ വൈകുന്നേരം ശ്രമിക്കുകയും അങ്ങനെ ഒച്ച് പൂവിൻ്റെ ഇതളുകൾ തിന്നുന്ന അവിടെ നമ്മൾ നൂല് കെട്ടിയിട്ട് നോക്കി അതിന് എന്തായി തീരുമെന്ന് അറിയാനായിട്ട്. അങ്ങനെ 2-3 കെട്ടിയിട്ടതും നമ്മളിത് ആദ്യ ഘട്ടത്തിൽ നമ്മുടെ ഗ്രൂപ്പിൽ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്നൊക്കെ ഉള്ള ഒരു സൂചന. അതൊക്കെ ആ സെറ്റായി വരുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പൂ രാവിലെ തന്നെ വെളുപ്പങ്കാലത്ത് അങ്ങോട്ട് പൂ വിരിയുന്നതാണ്, ഏലത്തിൻ്റെ പൂ. അപ്പോൾ അതൊരു ഉച്ച കഴിയുന്ന സമയം കൊണ്ട് തന്നെ ആ പൂവിൽ പോളിനേഷനൊക്കെ നടന്ന് അത് പിന്നെ കായാകാനായിട്ടുള്ള രീതിയിലേക്ക് മാറും. അപ്പോൾ ഈ ഒരു വൈകുന്നേരം ഒരു 7 മണിക്ക് ശേഷമാണ് അറ്റാക്ക് ആരംഭിക്കുന്നത്. അതതിൻ്റെ ഇതളുകൾ മാത്രമാണ് കൊഴിഞ്ഞു വീഴാനുള്ള ഇതളുകൾ മാത്രമാണ് അത് തിന്ന് തീർക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ധാരാളം പിന്നെ കാ സെറ്റാകുന്നുണ്ട്. അപ്പോൾ ഈ ഒച്ചിൻ്റെ ശല്യം ഉള്ളിടത്ത് അത്രയും കാ ഏതായാലും സെറ്റാവില്ല. അത് ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ നൂല് കെട്ടിയിട്ട് നോക്കുകയും മറ്റും ചെയ്തത്. സാറേ, നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ച് ഒരു വാക്ക്. ഹൈറേഞ്ച് ഏലം കർഷക കൂട്ടായ്മയുടെ അഡ്മിന്മാരായ പ്രസാദ് ഭായ്, സുനീഷ് ഭായ്, ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു സന്ദർശനം എന്നെ സംബന്ധിച്ചോളം ഒരു സർപ്രൈസ് വിസിറ്റ് തന്നെയാണ്. വളരെ പെട്ടെന്ന് ഇങ്ങ് പോരുക, അവിടെ വന്ന കാര്യങ്ങളെല്ലാം നോക്കി കാണുക, എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്നൊക്കെ. അപ്പോൾ എന്തായാലും എല്ലാം മനസ്സിലാക്കാനും പോരായ്മകളൊക്കെ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടുവാനും സാധിച്ചതിൽ വളരെ സന്തോഷം. അപ്പോൾ അതിനനുസരിച്ച് എനിക്കിനി അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ്, പ്രത്യേകിച്ച് ഈ കർഷക ഗ്രൂപ്പ് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. അപ്പോൾ എന്തായാലും ചെറിയൊരു റിസൾട്ടിലേക്ക് എനിക്ക് ഈ ഒരു കൃഷി എത്തിക്കാൻ സാധിച്ചു, അതും ഈ തുടക്കത്തിൽ തന്നെ. അപ്പോൾ അതിൽ വലിയ ഒരു ആത്മവിശ്വാസം നമുക്കിപ്പോൾ തന്നെ തോന്നുന്നുണ്ട്. വലിയ വിജയാഹ്ലാദമൊന്നുമില്ല, പരാജയഭീതിയില്ല. അങ്ങനെ ഗൗരവമായി തന്നെ ഈ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. എപ്പോഴും ഈ ഗ്രൂപ്പിൻ്റെ സപ്പോർട്ട് നമുക്കുണ്ടാകുമെന്നുള്ള ഉത്തമ വിശ്വാസത്താൽ. അപ്പോൾ സാറേ, നമുക്ക് ഈ വീഡിയോയും വൈൻഡപ്പ് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞായിരുന്നു ഒരു നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് സാറിൻ്റെ തോട്ടം കാണാനായിട്ട് ഇവിടെ എത്തുവന്നു. അപ്പോൾ വന്നു, അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഏലകൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇങ്ങനെ തന്നെ പോകാനായിട്ട് സാറിന് സഹായിക്കട്ടെ. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഒരു വാക്കൂടെ എനിക്കും പറയാനുണ്ട്. അപ്പം വിജയാഹ്ലാദമില്ലാതെ പരാജയഭീതി ഇല്ലാതെ ഈ രീതിയിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ എപ്പോഴും എന്നെ സഹായിച്ചതും ഏറ്റവും വലിയ കരുത്തായി മാറിയതും ഹൈറേഞ്ച് ഏലം കർഷക ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിലെല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുന്നതും ഗ്രൂപ്പിനോടാണ്. ഓക്കെ.